ഹലോ വെൽക്കം ബാക്ക് റോക്ക് ടോക്സ്. അപ്പോൾ ഇന്നലെ വീണ്ടും നമ്മുടെ തലയുടെ ടീം തോറ്റിരിക്കുകയാണ്. എന്തായാലും അത് ശീലമായി ഇപ്പോൾ. അല്ല ഞാൻ മുന്നേ പറഞ്ഞല്ലോ ഈ പഞ്ചാബായിട്ടുള്ള കളിയിൽ തോൽവി എക്സ്പെക്റ്റഡ് ആയിരുന്നു. ഞാൻ 100% തോൽവി എക്സ്പെക്ട് ചെയ്തിട്ടാണ് കളി കാണാനിരുന്നത് തന്നെ. വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല. കാരണം ടോസ് കിട്ടി, പഞ്ചാബ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ ബാറ്റിംഗ് എടുക്കുകയാണ്. കാരണം എല്ലാവർക്കും ഒരു ബോധ്യം വന്നിട്ടുണ്ട്, ഒരു നിശ്ചിത സ്കോർ, അതായത് ഈ 180 200 എന്നുള്ള ഒരു ടാർഗറ്റ് ചെന്നൈക്ക് മുന്നിൽ വെച്ച് കഴിഞ്ഞാൽ ചെന്നൈക്ക് അത് ചേസ് ചെയ്യാനായിട്ട് നിലവിൽ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ കഴിഞ്ഞ ഒരു 6 വർഷം എടുത്തു കഴിഞ്ഞാൽ 2019 തൊട്ടിട്ട് എടുത്തു കഴിഞ്ഞാൽ 180 മുകളിൽ ചേസ് ചെയ്ത് ജയിക്കാത്ത ഒരേ ഒരു ടീം ചെന്നൈയാണ്. അത് പക്ഷെ അങ്ങനത്തെ ഒരു റെക്കോർഡ് ചെന്നൈക്ക് ഉണ്ട് എന്നുള്ള കാര്യം ഈ ഒരു സീസണിലാണ് പലരും അറിഞ്ഞത്. കാരണം ഇതിനു മുമ്പ് അത് അങ്ങനെ അറിഞ്ഞിരുന്നില്ല. കാരണം മത്സരങ്ങൾ ചെന്നൈ ജയിക്കുന്നുണ്ടായിരുന്നു, കൂടുതലും ഫസ്റ്റ് ബാറ്റ് ചെയ്തിട്ടായിരുന്നു. എന്തായാലും അങ്ങനത്തെ ഒരു മോശം റെക്കോർഡ് ചെന്നൈയുടെ പേരിലുണ്ട്. അപ്പോൾ പഞ്ചാബ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയാണ്. പക്ഷേ റൺ റേറ്റ് വരുന്നുണ്ടായിരുന്നു, 10 മുകളിലൊക്കെ റൺ റേറ്റ് അവർ കീപ്പ് പക്ഷെ ചെയ്യുന്നുണ്ടെങ്കിൽ 200 പോലും. എത്തി. കാരണം ഇത്രയും മെല്ലെ കളിച്ചിട്ട് പോലും 200 എത്തി, ചെന്നൈ എത്തി. അല്ല, പഞ്ചാബിന്റെ ബാറ്റിങ്ങിൽ തൊട്ട് പറയുകയാണെങ്കിൽ അവരുടെ വിക്കറ്റ്സ് ഒക്കെ ഒരുപാട് പോകുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഒരു 4 വിക്കറ്റ് 5 വിക്കറ്റ് ഒക്കെ ഒരു മറ്റേ 100 റൺസിന് മുന്നൊക്കെ പോയിട്ട്. പക്ഷെ അവരുടെ ആ ഒരു അപ്രോച്ചാണ് ഞാൻ സൺറൈസേഴ്സിന്റെ കേസിലും പറഞ്ഞ ആ ഒരു അപ്രോച്ചാണ്. ഒരു സൈഡിൽ വിക്കറ്റ് പൊക്കൊണ്ടിരിക്കുമ്പോഴും അതിനനുസരിച്ച് ഇന്നിങ്സ് സ്ലോ ഡൗൺ ചെയ്യാതെ ആ ഒരു മൊമെന്റം കീപ്പ് ചെയ്ത് പോവുക. അതായത് ആ ഒരു റൺ റേറ്റ് താഴാതെ നമ്മൾ വിക്കറ്റ്സ് പോകുന്നു, നമുക്ക് പ്രഷർ ആവുന്നു എന്നുള്ളൊരു തോന്നൽ എതിർ ടീമിന് കൊടുക്കാതെ ആ ഒരു റൺ റേറ്റ് കീപ്പ് ചെയ്തു, ആ ഒരു പേസ് കീപ്പ് ചെയ്തു ഇന്നിങ്സിന്. അതാണ് ഇന്നലെ പഞ്ചാബ് ചെയ്തത്. അതിൻ്റെ റിസൾട്ടാണ് അവർക്ക് കിട്ടിയത്. അങ്ങനെ നമ്മൾ ചെയ്യണമെങ്കിൽ നമുക്ക് അത്രയും വലിയൊരു ബാറ്റിംഗ് ഡെപ്ത് വേണം ടീമിന്. അത്രയും അതായത് എൻ്റെ വിക്കറ്റ് പോയാലും കുഴപ്പമില്ല, അടുത്ത് വരുന്ന ആൾ അതിനും അടിക്കുന്ന ആളാണ് എന്നുള്ള ചിന്ത ആ ബാറ്റർക്ക് വേണം. അപ്പം ഇന്നലെ ആര്യയും അതുപോലെ മാക്സ്വെല്ലൊക്കെ നിൽക്കുമ്പോൾ മാക്സ്വെല്ലിന് വിക്കറ്റ് പോകുന്നു. അപ്പോൾ ആര്യ അവിടെ സ്ലോ ഡൗൺ ചെയ്യുന്നില്ല. കാരണം പിന്നീട് ശശാങ്ക് വരാനുണ്ട്, അത് കഴിഞ്ഞ് ജാൻസൺ വരാനുണ്ട്, അല്ലെങ്കിൽ വധേരയുടെ വിക്കറ്റ് പോകുമ്പോൾ പിന്നീട് ബാക്കിൽ, അതായത് അവർക്ക് വിക്കറ്റ് പോകുമ്പോൾ സ്ലോ ഡൗൺ ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്ത് വരുന്ന ബാറ്റർ അതിനേക്കാളും നല്ല ഹിറ്ററാണെന്നുള്ളൊരു ബോധ്യം അവർക്കുണ്ട്. അതുകൊണ്ട് അതിൻ്റെ റിസൾട്ട് തന്നെയായിട്ട് ഇന്നലെ 220 മുകളിലോട്ടൊക്കെ ആ ഒരു സ്കോർ പോകാൻ കാരണം. അല്ലെങ്കിൽ ആര്യയുടെ ഇന്നിങ്സ് കുറച്ചുകൂടി സ്ലോ ഡൗൺ ആയിരുന്നു. ആള് 39 ബോളിൽ നിന്ന് ഒരു സെഞ്ചുറി അടിച്ചു. ഗംഭീര പ്രകടനം തന്നെ അല്ലേ. പ്രിയാൻഷു ആര്യ നമ്മൾ ആദ്യം എടുത്ത് പറയേണ്ടവരാണ്. പ്രിയാൻഷു ആര്യ നമ്മൾ ഈ ഒരു IPL സീസണിലാണ് ആദ്യമായിട്ട് കാണുന്നത് അദ്ദേഹത്തെ. അപ്പം ഞാൻ വിചാരിച്ചില്ല ഒരു പക്ഷേ അദ്ദേഹം ഓപ്പണിങ്ങിൽ ഇറങ്ങും, അതായത് ഇംഗ്ലീഷിന് പകരം ഒരു വിദേശ താരത്തെ മാറ്റി അദ്ദേഹത്തെ ഓപ്പണിംഗ് പരീക്ഷിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. പക്ഷേ ഒരു മത്സരം 40 മുകളിൽ റൺസ് എടുത്തു. പിന്നെ ഇന്നലെ ഒരു അതിവേഗ സെഞ്ചുറി, യൂസഫ് പത്താന് ശേഷം ഏറ്റവും വേഗത്തിൽ സെഞ്ചുറി ഇടുന്നൊരു ഇന്ത്യൻ പ്ലെയറായിട്ട് മാറിയേക്കാണ്. ഒന്നും പറയാനില്ല. അതും ഇത്രയും ഫോമിൽ പന്തെറിയുന്ന പതിരാണേനൊക്കെ അങ്ങനെ കടന്നാക്രമിച്ചാണ് അദ്ദേഹം ഒരു സെഞ്ചുറി നേടിയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സെഞ്ചുറി മികവ് ബാക്കി ശ്രേയസ് അയ്യർ, സ്റ്റോയിൻസ്, മാക്സ്വെല്ല് അങ്ങനെ ആരും അധികം റൺസ് കണ്ടെത്താൻ പറ്റാതിരുന്നപ്പോൾ അദ്ദേഹം ഒറ്റ സൈഡിൽ നിന്നിട്ടാണ് അടിച്ചത് അത്രയും ഒരു 100 മുകളിൽ റൺസ് അടിച്ചത്. അപ്പോൾ അത് അവിടെ തന്നെയാണ് ചെന്നൈക്ക് ഏറ്റവും പാളിച്ചെറ്റിയത്. ഒരു പക്ഷേ പ്രിയാൻഷു ആര്യയുടെ വിക്കറ്റ് നേരത്തെ എടുത്തിരുന്നെങ്കിൽ ആ ഒരു സ്കോർ ഇത്രയും പോവില്ല. കാരണം ബാക്കി എല്ലാവരെയും ലോ സ്കോറിന് പുറത്താക്കുകയാണ്. അപ്പം ഇന്നലെ ക്യാപ്റ്റൻസിയിലും അതുപോലെ ഫീൽഡിങ്ങിലും ഒരുപാട് മിസ്റ്റേക്ക്. എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ജഡേജ 3 ഓവറിന് 18 റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത്. പക്ഷെ അശ്വിനാണെങ്കിൽ 4 ഓവറിന് 45 മുകളിൽ റൺസ് കൊടുക്കുകയാണ്. അപ്പോൾ ജഡേജയുടെ ഓവർ കോട്ട കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ കുറേ മിസ്റ്റേക്സ്, അതുപോലെ ഫീൽഡിൽ ഒരുപാട് മിസ്റ്റേക്സ്. എനിക്ക് തോന്നുന്നു ഡൂപ്ലസിയും റൈനിയും ജഡേജയും ഒക്കെ അതുപോലത്തെ. അല്ല, അത് ഇന്നലെ ഇവരുണ്ടായിരുന്നു ഓപ്പോസിറ്റ് പഞ്ചാബ്. അത്യാവശ്യം കുറെ മിസ്റ്റേക്കുകൾ ഉണ്ടായിരുന്നു. അതിപ്പോ എല്ലാ ടീമുകളിലും അത്യാവശ്യം ചില ദിവസങ്ങളിൽ ഫീൽഡ് കാണുന്നുണ്ട്. മിസ്റ്റേക്സ് ഒരുപാടുണ്ട്. പക്ഷെ ചെന്നൈയുടെ ആ ഒരു ഫീൽഡിംഗ് ലെഗസി എന്ന് പറയുന്നത് ഇപ്പോൾ ഡൂപ്ലസീസ്, ബ്രാവോ അല്ലെങ്കിൽ റൈന, ജഡേജ ഇത്തരത്തിലുള്ള മികച്ച ഫീൽഡേഴ്സ് ഉണ്ടായിരുന്ന ഒരു ടീമാണ്. അപ്പോൾ ആ ടീമിൽ നിന്നാണ് ഇത്തരത്തിലുള്ള മിസ്റ്റേക്സ് വരുന്നത് കാണുമ്പോൾ നമുക്കൊരു വിഷമം. പക്ഷെ ഇപ്പം ഈ രച്ചിൻ രവീന്ദ്ര ആയാലും ഒരു മോശം ഫീൽഡർ അല്ല. പക്ഷെ അദ്ദേഹമാണ് നല്ലൊരു ഈസി കാച്ചൊക്കെ ഡ്രോപ്പ് ചെയ്യുന്ന കണ്ടത്. അപ്പോൾ എന്തോ ടീമിൻ്റെ ആ ഒരു മെൻ്റലി ആ ടീം ഒരുപാട് വീക്കായ പോലത്തെ ഒരു തോന്നലുണ്ട് ഇന്നലെ. അപ്പോൾ ബാറ്റിങ്ങിൽ കമ്പാരിറ്റീവ്ലി ബെറ്റർ ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആയിരുന്നു കേട്ടോ ഇന്നലെ എനിക്ക് പേഴ്സണലി തോന്നിയത്. പക്ഷെ എന്നാലും എത്തിയില്ലേ, എവിടെയോ ഒരു മിസ്സിങ് ഉണ്ടായി. രച്ചിനൊക്കെ നന്നായിട്ട് കളിച്ചെങ്കിലും പിന്നെ അത് മൊത്തത്തില് അത് നമ്മൾ ആദ്യം തൊട്ട് പറയുന്ന കാര്യമാണ്. അതായത് ടീമിൽ, അതായത് ഇപ്പോൾ ODI ഫോർമാറ്റ് പ്ലെയേഴ്സ് എന്ന് പറയുന്ന അങ്ങനെ ഒരു പറച്ചിലില്ല. എനിവേ ഇപ്പോൾ കോൺവേ ആയാലും ഋതുരാജ് ആയാലും അല്ലെങ്കിൽ രച്ചിൻ ആയാലും ഇവരൊന്നും ഭയങ്കര ഹിറ്റേഴ്സ് അല്ല, ഭയങ്കര ഹാർഡ് ഹിറ്റേഴ്സ് അല്ല. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു വലിയ റൺ ചേസ് വേണ്ട ഒരു സാഹചര്യത്തിൽ ഒരു ഹാർഡ് ഹിറ്റർ ടീമിൽ എന്തായാലും വേണം.
അപ്പൊ ദൂബെയാണ് ആ ഒരു റോള് സാധാരണ ടീമിന് വേണ്ടി ചെയ്യാറ്. അപ്പൊ അദ്ദേഹം ഫോമിലോട്ട് എത്തിയിട്ടില്ല. അപ്പോൾ പിന്നെ ധോണിയൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ആ ഒരു ഹാർഡ് ഹിറ്ററുടെ കുറവാണ് ഇന്നലെ ആ ഒരു ചേസിങ്ങിൽ ഉണ്ടായത്. ഇപ്പോൾ ഒരു സൈഡിൽ ഇപ്പോൾ കോൺവേ ഇന്നലെ കളിച്ച പോലത്തെ ഒരു ഇന്നിങ്സ് കളിക്കുകയാണ്. മറ്റേ സൈഡിൽ ഒരു ഹാർഡ് ഹിറ്റർ ഉണ്ടെങ്കിൽ ഈ ചേസ് ഈസിലി അച്ചീവ് ചെയ്യാൻ പറ്റിയായിരുന്നു. അപ്പോൾ ആ ഒരു പ്രശ്നം അത് ചെന്നൈ ടീമിൽ ഭയങ്കരമായിട്ട് കാണാനുണ്ട്. ഒരു ഹാർഡ് ഹിറ്റർ ഇല്ല. ആ ഒരു വൾണറബിലിറ്റി എടുത്ത് കാണിക്കുന്നുണ്ട് ചെന്നൈയുടെ സ്ക്വാഡിൽ. എന്തായാലും തോൽവി നമ്മൾ ഉറപ്പിച്ചതാണ്. ഞാൻ ഒരു ദിവസം തോൽവി ഉറപ്പിച്ചതാണ്. അപ്പോൾ പക്ഷേ ഇന്നലത്തെ ആ ഒരു അപ്രോച്ച്, അതുപോലെ എടുത്തു പറയേണ്ടത് ധോണി ഇന്നലെ നേരത്തെ ഇറങ്ങി കയറി വന്നു, നേരത്തെ ബാറ്റ് ചെയ്യാനായിട്ട് വന്നു. അദ്ദേഹം ട്രൈ ചെയ്തു, അദ്ദേഹത്തിന്റെ ഒരു മാക്സിമം എഫേർട്ട് അദ്ദേഹം എടുത്തു. അപ്പൊ ഇത് മതി, ഇത് തന്നെ ആദ്യ മത്സരം തൊട്ട് ചെയ്യുകയാണെങ്കിൽ തോറ്റാലും നമുക്ക് ഇത്രയും ഒരു വിഷമോ അല്ലെങ്കിൽ ഇത്രയും ആൾക്കാർ ഇത്രയും, കാരണം തോൽവി ചെയ്യാം എന്തായാലും ഒന്നും ഉണ്ടാവും, തോൽവി നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം എന്നാണ്. പക്ഷെ ഈ ഒരു അപ്രോച്ച് ഭയങ്കര മോശമായതുകൊണ്ടാണ് ആൾക്കാർക്ക് ഇത്രയും ഒരു ഫ്രസ്ട്രേറ്റഡ് ആവാൻ കാരണം. ഇന്നലത്തെ അപ്രോച്ച് ഓക്കെ ആയിരുന്നു, കുഴപ്പമില്ലായിരുന്നു. ധോണിയുടെ അപ്രോച്ച് ആയിരുന്നു, കുഴപ്പമില്ലായിരുന്നു. അല്ല, കുറെ പേര് പറയുന്നുണ്ട് ധോണി ഇത്ര പ്രായത്തിൽ ധോണി ഇന്നലെ കാണിച്ച അപ്രോച്ച് ബാക്കിയുള്ളവരും കൂടി കാണിച്ചിട്ട് ജയിക്കായിരുന്നു എന്നുള്ളൊരു ടോക്ക് ഉണ്ട് മൊത്തത്തിൽ. അതെ, എന്താന്ന് വെച്ചാൽ കോൺവേയുടെ ഒരു പ്ലേയിങ് സ്റ്റൈൽ എങ്ങനെയാണ്, അത് കോൺവേ നമ്മൾ ഫസ്റ്റ് സീസൺ അല്ലെങ്കിൽ അദ്ദേഹം ചെന്നൈയിൽ കളിക്കുമ്പോൾ തൊട്ട് കണ്ടു തുടങ്ങിയ കോൺവേയുടെ ഒരു പ്ലേയിങ് സ്റ്റൈൽ ഇങ്ങനെയാണ്. അദ്ദേഹം ഒരിക്കലും ഒരു 200 ബോൾ സ്ട്രൈക്ക് റേറ്റ് 250 ബോൾ സ്ട്രൈക്ക് റേറ്റും ഭയങ്കരമായിട്ട് 6 ഹീറ്റ് ചെയ്ത് പോകുന്ന പ്ലെയറല്ല അദ്ദേഹം. കൂടുതൽ ബൗണ്ടറിയിലൂടെ 4-ലൂടെയാണ് റൺസ് കണ്ടെത്തുന്നത്. അപ്പോൾ പക്ഷെ അപ്പുറത്തുള്ള ആളും ആ ഒരു രീതിയിൽ കളിക്കുക അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ചുകൂടി സ്ട്രൈക്ക് റേറ്റിൽ കളിക്കുമ്പോൾ നമുക്ക് ടോട്ടാലിറ്റിയിൽ അതൊരു പ്രശ്നമായിട്ട് തോന്നില്ല. പക്ഷെ ഇത് അപ്പുറത്ത് ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ഹാർഡ് ഹിറ്റർ ഇല്ലാത്തതിൻ്റെ ഒക്കെ ഒരു കുറവാണ് ഇന്നലെ കണ്ടത്. എന്തായാലും കളി നമ്മൾ തോറ്റു, കൂടുതലൊന്നും പറയാനില്ല. എന്തായാലും അടുത്ത മത്സരം KKR-നായിട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു മത്സരത്തിൽ ഞാൻ ചെറുതായിട്ട് തന്നെ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്, ചെറുതായിട്ടെങ്കിലും. കാരണം ഈ ഒരു ഇൻറ്റൻറ്റ് അടുത്ത മത്സരത്തിൽ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ചെന്നൈക്ക് ജയിക്കാൻ സാധിക്കും. ഇന്നലെ ബൗളിങ്ങിലെ കുറച്ച് പിഴവുകളാണ്. അപ്പോൾ അശ്വിൻ നല്ല രീതിയിൽ റൺസ് ഇട്ട് കൊടുത്താൽ ഈ പതിരാണ അദ്ദേഹത്തിൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും ഒരു മോശം സ്പെല്ല് എറിയുകയുണ്ടായി. ഒരുപക്ഷെ ഒരു 200-210 ഇടയിൽ അവരെ ഒതുക്കാൻ പറ്റിയിരുന്നെങ്കിൽ നമുക്ക് ജയിക്കാമായിരുന്നു. എന്തായാലും അവരുടെ ഭാഗത്തുനിന്ന് ഒരുപാട് ഫീൽഡിംഗ് മിസ്റ്റേക്ക് ഉണ്ടായിട്ടാ നമ്മൾ പറയണം. ഇന്നലെ കോൺവേയുടെ ഒക്കെ ഒരുപാട് ഈസി ക്യാച്ചസ് ആണ് ഡ്രോപ്പ് ചെയ്തിരുന്നത്. അപ്പോൾ എന്താണെന്ന് അറിയില്ല, ഒരു പക്ഷേ മോയിസ്റ്ററിന്റെ പ്രശ്നമാണോ പന്തിൽ വഴുക്കലുണ്ടായിരുന്നോ നമുക്കറിയില്ല. ഇപ്പോൾ നമ്മുടെ ധോണി ഇനിയൊരു മികച്ച പഠനത്തിലൂടെ ചെന്നൈനെ ജയിപ്പിക്കും എന്നുള്ള ഒരു മാച്ച് നമുക്ക് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ വീഡിയോനെ പറ്റിയുള്ള എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക. അതുപോലെ നമുക്ക് ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ സപ്പോർട്ട് ഇനിയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്.